ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ലഞ്ചിനൊരു സാമ്പാർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പാർ കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസ് എൻ്റെ ഫ്രീസറിലുണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് ദാല്, പിന്നെ ക്യാരറ്റ്, ടൊമാറ്റോ, ഇത്രയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് സ്പിനാച്ച് ലീവ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഞാൻ ചേർക്കുന്ന ഒരു കട്ടക്കായം ചേർക്കും, പിന്നെ ഉപ്പ്, പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഷാലറ്റ്സ്, കൊച്ചുള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, വെള്ളം ചേർത്തു, പിന്നെ ഗാർലിക്, വെളുത്തുള്ളി ചേർത്തു. അപ്പോൾ ജസ്റ്റ് ഈ ഉള്ളിയൊക്കെ ഒന്ന് ചുമ്മാ റഫ്ലി അരിഞ്ഞിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു, വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് കുക്കറിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം സാമ്പാർ പൗഡർ കടുക് വറുക്കുന്ന സമയത്ത് കുറച്ച് ഷാലറ്റ്സ് കൂടെ വഴറ്റി അതിലേക്ക് സാമ്പാർ പൗഡറും ചേർത്ത് ഈ വെന്ത വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് എൻ്റെ സാമ്പാർ. അത്രയൊക്കെ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു സാമ്പാർ. അപ്പം ഈ വെജിറ്റബിൾസ് അരിയുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുത്തിരുന്നു, കുറച്ച് ടേമറിക് പൗഡർ, മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഈ സാമ്പാർ വേണം ഇന്നത്തെ ഇഡ്ഡലിക്കും ഉപയോഗിക്കാനായിട്ട്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയൊരു സാമ്പാറാണ്. അപ്പോൾ ക്വിക്കായിട്ട് ഉണ്ടാക്കി. സാമ്പാർ പൗഡർ യൂസ് ചെയ്യും, നാട്ടിൽ നിന്ന് എപ്പോഴും വരുമ്പം സാമ്പാർ പൗഡർ കൊണ്ടുവരും. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അപ്പം ഒരു ക്വിക്ക് സാമ്പാർ റെഡിയാണ്. പിന്നെ അതേ മത്തി, ഫ്രോസൺ മത്തിയാണ്, അതെല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് വറുക്കാനൊക്കെ റെഡിയാക്കി അരച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം മത്തി വറുത്തതും സാമ്പാറും കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ലഞ്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.